ഞാൻ മഞ്ജുഷ വരാം. അതിനു മുമ്പ് ശ്രീ CB സത്യൻ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി തീർച്ചയായിട്ടും ഇങ്ങനെ വിഷമം കടിച്ച് അമർത്തി ഇരിക്കുക എന്നല്ലാതെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മറ്റെന്തെങ്കിലും വഴികളുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നല്ല ഇല്ല. കാരണം BJP അങ്ങനെ വളർന്നുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹം പ്രയോഗിച്ചൊരു വാക്ക് ന്യൂനപക്ഷ സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. ഏത് ആ ന്യൂനപക്ഷം എന്ന് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ NDA 293 സീറ്റുകൾ നേടി ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്നത്. BJPക്ക് 240, BJPക്ക് മാത്രമായിട്ട് 240 സീറ്റുകളുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്ന സീറ്റുകളാണ്. നിങ്ങൾ ഈ പറയുമ്പോൾ വെറുതെ ന്യൂനപക്ഷ സർക്കാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു രാജ്യത്ത് 272 സീറ്റുകൾ കിട്ടാതെ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്ക് ഭരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ BJP ജയിക്കുന്നതിലെ വിഷമം ഇങ്ങനെ അണപൊട്ടി ഒഴുകുമ്പോഴത്തേക്ക് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ എന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ 2014 ഞങ്ങൾ വരുമ്പോഴത്തേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വന്നു. അതിന് മുമ്പ് കോൺഗ്രസ് ഭരിക്കുമ്പോഴത്തെ കാലഘട്ടം സമയം എങ്ങനെയായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2004 കോൺഗ്രസിന് 145 സീറ്റാണ്, 2009 206 സീറ്റുകളാണ്. അന്ന് ഏതെങ്കിലും ന്യൂനപക്ഷ സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് BJP പറഞ്ഞിരുന്നു? ന്യൂനപക്ഷ സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് BJPക്ക് വേണ്ടി സംസാരിക്കുന്ന മറ്റാരെങ്കിലും പറഞ്ഞിരുന്നു? ഇത് BJP 17 സീറ്റുകൾ സംസ്ഥാനങ്ങളിലും NDA 20 സംസ്ഥാനങ്ങളിലും ഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് 80% വരുന്ന ഭൂപ്രദേശവും 80% വരുന്ന ജനങ്ങളും തെരഞ്ഞെടുത്ത ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ TV ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞിട്ട് ന്യൂനപക്ഷ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ സ്വന്തം ഒരു ആത്മപുളകം ഒക്കെ ഉൾപ്പുളകം കൊള്ളാം എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നടക്കുന്നത് നമ്മൾ ഈ ചർച്ചകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചർച്ച നടക്കുന്നത്? നാ നോക്കൂ, തൃണമൂൽ കോൺഗ്രസിന്റെ 20ഓളം വരുന്ന MPമാർ NDAയിലേക്ക് വരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ അതിനെ പല പേര് വിട്ട് വിളിക്കും. നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും വിശേഷിപ്പിച്ചത് അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ എന്ത് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് 2 സീറ്റോ ആദ്യം ഒന്നും ഇല്ലാത്തിട്ട് പിന്നീട് 2 സീറ്റിൽ നിന്ന് ഇന്ന് 240 സീറ്റിലൊക്കെ ഞങ്ങൾ വന്നു നിൽക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതുകൊണ്ടാണ്. ഇതിങ്ങനെ ഇവർ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്ത് ബംഗാളിൽ മമതാ ബാനർജിയെ അവരുടെ പാർട്ടിക്കാർ പോലും അംഗീകരിക്കാത്തത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണോ? ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ ഈ രാജ്യത്തെ ജനങ്ങൾ വിജയിപ്പിക്കാത്തത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണോ? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും 4 MPമാർ മാത്രമായിട്ട്, അതും കോൺഗ്രസിന്റെയും DMKയുടെയും ദയാവായ്പോടെ ഈ രാജ്യത്ത് വെറും 4 MPമാരായിട്ട് CPM ചുരുങ്ങിയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തോറ്റു പോകുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? ഞങ്ങൾ രാഷ്ട്രീയം പറയും, ഞങ്ങൾ ഈ രാജ്യത്ത് രാഷ്ട്രീയം പറയും, ഞങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളെ ഇവിടെ മുമ്പോട്ട് പോകും, ഞങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിക്കുന്നത് അങ്ങനെ പറയുന്ന അങ്ങനെ ജയിക്കുന്ന സമയത്ത് അതിനെ ചെറുതാക്കി കാണുന്നതിലൂടെ പ്രത്യേകിച്ച് ഗുണം ഒന്നും അവർക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ കൂട്ടർ ആരും പറയുന്നത് പോലെയല്ല. ഞങ്ങൾ വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതും. BJP എല്ലാ രീതിയിലും എല്ലാ സംസ്ഥാനത്തിലും ഇത് കേരളത്തിലെ കഴിഞ്ഞ ഇലക്ഷൻ തന്നെ നമുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 സീറ്റുകൾ ഞങ്ങൾ നേടി, 14% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. ഇതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഒരു MP ഉണ്ടാകുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇത്തരം വാദങ്ങൾ, ഇത്തരം ബാലിശമായിട്ടുള്ള വാക്കുകളും വാദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉൾപ്പുളകം അണിയാം എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളത്. മറ്റു വിഷയങ്ങളൊക്കെ ഈ രാജ്യത്ത് ശ്രീ CB പിന്നീട് BJP ഇതേപോലെ മറ്റു പാർട്ടികളെ വഞ്ചിച്ചു എന്നുള്ള കഥകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ വഞ്ചിച്ച കഥകൾ പൂർണ്ണമായിട്ടും അവർ തന്നെ തീരുമാനമെടുത്ത് വഞ്ചിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ. അതല്ലാതെ BJP ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു സമയം ഒപ്പം നിന്നിട്ട് പിന്നീട് എതിർത്തതോ പിന്നീട് ഭിന്നിപ്പുണ്ടായിരിക്കുന്നതായിട്ടുള്ള കക്ഷികളെ കുറിച്ചല്ല. ഇപ്പൊ ശിവസേനയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? ആ സ്പ്ലിറ്റിലേക്ക് ഉണ്ടായ കാരണം എന്തായിരുന്നു? ഇവര് ഒന്നിച്ച് മത്സരിച്ചതിന് ശേഷം ജയിക്കുന്നു, അധികാരത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി പദം കിട്ടണം, അങ്ങനെ ഒരു ആവശ്യം അവർ പറയുകയാണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ, കർണാടകയിൽ ജനതാദളുമായിട്ട് മത്സരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മുഖ്യമന്ത്രി പദം തനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ജൂനിയർ പാർട്ടി പറയുകയാണ്. ജൂനിയർ പാർട്ടി ആരാണ്? അവിടെ പിന്നെ കുമാരസ്വാമിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണമെന്ന് പറയുക. ആ സമയത്ത് കോൺഗ്രസ് ചെയ്തിരുന്ന കാര്യമാണ് ശരിക്കും അവസരവാദം. 70-ലധികം സീറ്റുകളുള്ള കോൺഗ്രസ് 30 സീറ്റുള്ള ജനതാദളിന്റെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ, ശ്രീ CBയുടെ തന്നെ ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ 30 സീറ്റിലേക്ക് ജനതാദളിനെ ഒതുക്കിയത് കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നോ? അതായിരുന്നോ ജനഹിതം? അതായിരുന്നോ ജനാധിപത്യം? അങ്ങനെയല്ല. പിന്നെ PDP, NCP ഇങ്ങനെയുള്ള പാർട്ടികളുമായിട്ട് സഖ്യത്തിൽ വന്നതിന് ശേഷം പിന്നീട് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ചെയ്യുന്ന അതാണോ? ഒന്നാലോചിച്ച് നോക്കൂ. ഒരേ സമയം CPM നല്ലതാണ് എന്ന് തമിഴ്നാട്ടിൽ പറയുക, കേരളത്തിൽ മോശമാണ് എന്ന് പറയുക. എന്ത് സന്ദേശമാണുള്ളത്? DMKയുമായിട്ട് ചേർന്നിട്ട് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കാണെന്നേ. ഈ ഇന്ത്യ സഖ്യവും UPA ഒക്കെ മാറ്റി വെച്ചേക്കൂ. SPA, സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസും DMKയും കൂടി ചേർന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു സഖ്യം ഉണ്ടാക്കുക. സഖ്യത്തിന്റെ ഭാഗമായിട്ട് സീറ്റ് വീതം വെക്കുന്ന സമയത്ത് DMKയുടെ കാരുണ്യത്തിൽ 5 സീറ്റിൽ ജയിക്കുക. ജയിച്ചതിന് ശേഷം അളിയ ഞാൻ മറ്റവനെ സപ്പോർട്ട് ചെയ്യട്ടെ എന്നൊരു ഫോൺ കോൾ പോലും ചെയ്യാതെ രാഹുൽ ഗാന്ധി 5 പേരെയും അവർക്ക് വിട്ടുകൊടുക്കുക. എന്നിട്ട് യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതെ ഈ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ DMK പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞത് സഖ്യത്തിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് പോലുമില്ല ഔദ്യോഗികമായിട്ട്. ഡൽഹിയിലും പഞ്ചാബിലും ഒന്നുമല്ല, ഇന്ത്യ സഖ്യത്തിൽ ഒപ്പം ഉണ്ടായിട്ടും ഇന്ത്യയിലെ എല്ലായിടത്തും ആം ആദ്മി പാർട്ടിയോട് അയിത്തം. ആം ആദ്മി പാർട്ടി നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം നിൽക്കാനായിട്ട് തയ്യാറാകുന്നില്ല. സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിനോടൊപ്പം തോളിൽ കൈയിട്ട് നടക്കും. പക്ഷേ സീറ്റ് ഷെയറിംഗ് വരുന്ന സമയത്തോ അളിയ നിനക്കെത്ര എനിക്കെത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് ആ കിലുക്കത്തിലെ സിനിമയിലെ പോലെ ജോജിയും നിശ്ചലും തമ്മിലുള്ള അടി കൂടുകയാണ് കോൺഗ്രസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖ്യത്തിൽ ഒപ്പം നിൽക്കുന്ന സമയത്തും എല്ലായ്പ്പോഴും കട്ടപ്പ കളിക്കുന്നതും സഖ്യത്തിൽ ഇരുന്നതിന് ശേഷം അഭിപ്രായ ഭിന്നതകളെ കുറിച്ച് വിട്ടുപോകുന്നതും വ്യത്യസ്തമല്ലേ? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ അവരുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മമതാ ബാനർജി പറയുന്ന പാർട്ടി ലീഡർഷിപ്പ് പറയുന്ന ആളാണോ? അത് BJP ആണോ? പ്രതാപ് ബാനർജിയെ തീരുമാനിക്കുന്നത്? അവിടെയുള്ള 59 MLA മാരല്ലേ തീരുമാനിക്കുന്നത്?
ആകെ 80 കിട്ടിയിരിക്കുന്നതിൽ 59 പേര് പറയുകയാണ് മമതാ ബാനർജി പറയുന്ന ആളെ ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ അത് BJP-യുടെ കാര്യമാണോ? അത് നമ്മൾ മറ്റേതെങ്കിലും രീതിയിലേക്ക് ചാക്കിട്ടെടുക്കുന്നു എന്നുള്ളതിൽ വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ആ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള ഋതുപ്രതാപ് ബാനർജി പറയുന്നത് ഏതെങ്കിലും നേതാക്കന്മാർ MP-മാർ BJP-യുമായിട്ട് ചർച്ചയ്ക്ക് പോയാൽ നല്ലതാണ്, കാരണം ഇവരെല്ലാവരും സഹിച്ചുകൊണ്ട് ഇവിടെ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന ഒരു നേതാവിന്റെ സ്റ്റേറ്റ്മെന്റാണ്. അതിപ്പോൾ BJP സ്വാധീനിച്ചിട്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് കുതിരക്കച്ചവടമാണെങ്കിൽ എല്ലാം കുതിരക്കച്ചവടം. അങ്ങനെയാണെങ്കിൽ ഈ 5 MLA-മാരെ DMK-ക്ക് ഉണ്ടായിരുന്ന DMK-യോടൊപ്പം നിന്ന് കിട്ടിയിരിക്കുന്ന 5 MLA-മാരെ എന്തിനു വിജയ്ക്ക് കൊടുത്തു? അങ്ങനെയാണെങ്കിൽ അത് കുതിരക്കച്ചവടമല്ലേ?